ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് ഉരുളക്കിഴങ്ങും മുട്ടയും കൊണ്ടുണ്ടാക്കിയെടുത്ത നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അധികം സാധനമൊന്നും ആവശ്യമില്ല, നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്സ് എങ്ങനെയാണ് റെഡിയാക്കിയെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാനിതിവിടെ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. 2 എണ്ണം ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തോല് കളഞ്ഞെടുക്കുക, എന്നിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ തോല് കളഞ്ഞെടുത്തിട്ട് ഇത് നന്നായി ഉടച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്ററും ആദ്യം തന്നെ റെഡിയാക്കി വെക്കുക, എന്നിട്ട് മസാല ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഇത് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു സ്പൂൺ ഇഡ്ഡലി മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഡ്ഡലി മാവ് ഇല്ലെങ്കിൽ പിന്നെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പാകത്തിലാണ് ബാറ്റർ റെഡിയാക്കി എടുക്കേണ്ടത്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തായിട്ട് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ക്യാരറ്റും ഒരു പച്ചമുളകും പിന്നെ ഒരു ഉള്ളിയും എടുത്തിട്ടുണ്ട്. അധികം വലിയ ഉള്ളിയൊന്നും വേണ്ട. പിന്നെ ഒരു 2 കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരു ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. പച്ചമുളകിൽ ചേർത്ത് കൊടുക്കുന്നില്ല, അത് ലാസ്റ്റ് നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചെടുത്തിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചക്കറിയെല്ലാം ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം. ഇനി ഇതിലേക്ക് പച്ചമുളകും പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. അങ്ങനെ ഇത് നല്ലോണം വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. ഞാൻ ഇവിടെ മുട്ട ചേർക്കുന്നതിന് മുന്നേ ഉരുളക്കിഴങ്ങ് വേവിച്ചത് ചേർത്ത് കൊടുത്തിട്ടാണ്. ഇനി അതെല്ലാം ഒന്ന് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടാണ് മുട്ട ചേർത്ത് കൊടുക്കുന്നത്. മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് ചിക്കിയെടുക്കുക. ഇനി ഇത് മൊത്തത്തിലെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാൻ, ചൂട് തണിയാൻ വേണ്ടിയിട്ട്.
അങ്ങനെ ഇതാ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തണിഞ്ഞ് കിട്ടും. ഇനി കയ്യിൽ കുറച്ച് എണ്ണ തടവിന് ശേഷം ഇന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇവിടെ കുറച്ച് നീളത്തിലും പിന്നെ കുറച്ച് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതുപോലെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാവില്ല, അതിൽ മുക്കിയിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് പൊരിക്കാനായിട്ടുള്ള എണ്ണ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ടിട്ട് ഇത് പൊരിച്ചെടുക്കുക. അപ്പോൾ ഇത് ഒരു ഭാഗം റെഡിയാക്കിയതിന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ചധികം സമയം തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. എന്ത് നമ്മൾ മൈദയും പിന്നെ അരിപ്പൊടിയും എല്ലാം ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു വേവ് ഉണ്ടാവും. ഇപ്പോൾ ഇത് റെഡിയാക്കിയതിന് ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അങ്ങനെ വൈകുന്നേരം ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഉരുളക്കിഴങ്ങും മുട്ടയും കൊണ്ട് ഉണ്ടാക്കിയെടുത്ത നല്ലൊരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല, വീട്ടിലെപ്പോൾ ഉണ്ടാകുന്ന സാധനങ്ങൾ മതി, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.